സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നാളെ അപേക്ഷ നൽകും. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. എ പത്മകുമാറിനെയും വൈകാതെ ചോദ്യം ചെയ്യും. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും പത്മകുമാർ സാവകാശം തേടിയിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എൻ വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പുറമെ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് SITക്ക്. പക്ഷേ അതിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സാവകാശം തേടിയ സമയം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ വളരെ തിടുക്കപ്പെട്ട ഒരു നീക്കത്തിലേക്ക്, അതായത് ചോദ്യം ചെയ്യലിലേക്കൊക്കെ SIT കടക്കാനുള്ള സാധ്യതയുണ്ടോ? എൻ വാസുവിൽ നിന്ന് ഇനി കൂടുതൽ എന്ത് വിവരങ്ങളാണ് SITക്ക് അറിയാനുള്ളത്? ഈ എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയാണ് സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. അത് ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഇനി വാസുവിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന്റെ ഒരു ഗൂഢാലോചനയിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ആ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കണക്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് വാസുവാണ്. അപ്പോൾ വാസുവിനെ ചോദ്യം ചെയ്താൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്ക് വളരെ കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ഉന്നത തലത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും വാസുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന ഒരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. എന്തായാലും വാസുവിനെതിരെ ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്ന സുധീഷ് ഉൾപ്പെടെ വാസുവിനെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മൊഴിയും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയാണ്. തിങ്കളാഴ്ചയോടുകൂടി നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രേഖകളൊക്കെ പരിശോധിച്ച് അതെങ്ങനെ കൃത്യമായ വിവരങ്ങൾ തേടിയതിനു ശേഷം ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എ പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും എന്നൊരു വിവരമായിരുന്നു SITയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷെ അത് വൈകുകയാണ്. കാരണം 2 ദിവസത്തെ സാവകാശം നൽകിയിരുന്നെങ്കിലും ഇന്നലെയോടുകൂടി അത് അവസാനിച്ചിരുന്നു. മിനിഞ്ഞാന്നോടുകൂടി അവസാനിച്ചു. ഇന്നലെ ചോദ്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഉടൻ തന്നെ ഹാജരാകേണ്ടി വരുമെന്ന് അറിയിച്ചതായി വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിലേക്ക് കടന്നു